വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയമുറപ്പിക്കാൻ കൂടുതൽ നീക്കങ്ങളുമായി ബി.ജെ.പി. വാശിയോടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ഇപ്പോൾ. ഇതിലെല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം പ്രമുഖ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ആരാവും എതിരാളി എന്നതാണ്. ഈ മണ്ഡലത്തിലേതുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ബി.ജെ.പി. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിർണായക മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ 21 പേരുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. 90 അംഗ നിയമസഭയിലേക്ക് ഇതുവരെ 87 സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജുലാനയിൽ നിന്ന് കോൺഗ്രസിനു വേണ്ടി മത്സരിക്കുന്ന വിനേഷ് ഫോഗട്ടിനെതിരെ ക്യാപ്റ്റൻ യോഗേഷ് ബൈരാഗിയെയാണ് ബി.ജെ.പി. മത്സര രംഗത്ത് ഇറക്കാൻ തുനിയുന്നത്. ഇത്തവണ ഭരണം വിട്ടുകൊടുക്കാതിരിക്കാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ബി.ജെ.പി. ഇറങ്ങുന്നതെന്ന് സ്ഥാനാർത്ഥി പട്ടിക വ്യക്തമാക്കി തരും. നിരവധി മുൻനിര നേതാക്കളെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട പട്ടിക വന്നിരിക്കുന്നത്. മറ്റു പാർട്ടികളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയ നേതാക്കൾക്ക് ഉപകാര സ്മരണയായി സീറ്റ് നൽകുന്ന കാഴ്ചയും കാണാനുണ്ട്. നേരത്തെ ജെ.ജെ.പിയിലുണ്ടായിരുന്ന ദേവേന്ദർ സിംഗ് ബബ്ലി തോഹാനയിൽ നിന്ന് മത്സരിച്ചേക്കും. അടുത്തിടെ പാർട്ടിയിലേക്ക് വന്ന മുൻ ഹരിയാന മുഖ്യമന്ത്രി ബൻസിലാലിന്റെ ചെറുമകളുമായ ശ്രുതി ചൗധരി തോഷാമിൽ നിന്നാണ് മത്സരിക്കുക. തെക്കൻ ഹരിയാനയിലെ വിവിധ മേഖലകളിൽ സ്വാധീനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് ബി.ജെ.പി. ഇക്കുറി സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത്. 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയാണ് ബി.ജെ.പി. നേരത്തെ പ്രഖ്യാപിച്ചത്. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ കർണാൽ ലദ്വ സീറ്റിലേക്ക് കൂടി പാർട്ടി മത്സരിപ്പിക്കുന്നുണ്ട്. 2019നും 2024നും ഇടയിൽ കുരുക്ഷേത്രയിൽ നിന്നുള്ള MP ആയിരുന്നു നയാബ് സിംഗ് സൈനി. ഇത്തരത്തിൽ മുൻനിര നേതാക്കൾ പലരെയും ബി.ജെ.പി. രംഗത്തിറക്കിയിരിക്കുകയാണ്. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുക. ഒക്ടോബർ 8-നാണ് വോട്ടെണ്ണൽ. ഹരിയാനയിൽ തുടർച്ചയായ 3ാം വിജയമാണ് ബി.ജെ.പി. ഇക്കുറി ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ ലക്ഷ്യം കഴിഞ്ഞ തവണത്തേതുപോലെ എളുപ്പമാവില്ലെന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് പ്രതിപക്ഷമായ കോൺഗ്രസ് വലിയ നീക്കങ്ങളുമായി കളം പിടിച്ച സാഹചര്യത്തിൽ. അതിന്റെ ഭാഗമായാണ് കോൺഗ്രസ് ഒളിമ്പിക് ഹീറോയിൽ വിനേഷ് ഫോഗട്ടിനെ ഉൾപ്പെടെ മത്സര രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സംസ്ഥാനത്താകെ ആദരിക്കപ്പെടുന്ന താരമാണ് വിനേഷ് ഫോഗട്ടും ബജ്രംഗ് പൂനിയയും. കർഷക സമരത്തിനടക്കം വിനേഷ് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. കർഷകർ നേരത്തെ പൂമാലയണിയിച്ചാണ് വിനേഷിനെ സ്വീകരിച്ചത്. ഒളിമ്പിക്സിൽ നിന്ന് മടങ്ങി വന്ന സമയത്ത് വലിയ സ്വീകരണവും വിനേഷിന് ലഭിച്ചിരുന്നു. ഇരുവരും മുൻ ഗുസ്തി സംഘടനാ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെയുള്ള പോരാട്ടത്തിലൂടെയാണ് പ്രശസ്തരായത്. ഇരുവരുടെയും പോരാട്ടത്തെ തുടർന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷണ് ബി.ജെ.പി. ടിക്കറ്റ് നിഷേധിച്ചിരുന്നു. പകരം കൈസർഗഞ്ചിൽ നിന്ന് മകൻ കരൺ ഭൂഷൺ സിംഗ് ആണ് ഈ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനത്തെ എല്ലാ വിഭാഗം വോട്ടർമാരെയും സ്വാധീനിക്കാൻ വിനേഷിന്റെയും പൂനിയയുടെയും വരവ് കോൺഗ്രസിനെ സഹായിച്ചേക്കും. 2014 മുതൽ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനമാണിത്. വിനേഷിന് ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുമായി അടുത്ത ബന്ധമാണുള്ളത്. കർഷക സമരത്തിൽ ഞാൻ കർഷകന്റെ മകളാണെന്നായിരുന്നു വിനേഷിന്റെ പ്രഖ്യാപനം. വിനേഷും പൂനിയയും വരുന്നതോടെ കോൺഗ്രസ് കരുത്തുറ്റ നിലയിലാണ്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് രാജ്യമെമ്പാടും അലയടിച്ച ബി.ജെ.പി. വിരുദ്ധ തരംഗം നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും പ്രയോജനപ്പെടുത്താൻ കഴിയുമോ എന്നാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. അതിന് സാധിച്ചാൽ ഹരിയാനയിൽ ഭരണം മാറിമറിയാനാണ് സാധ്യത.